ഇന്ന് രാജ്യത്തെ മികച്ച കൊറിയർ സർവീസുകളിൽ ഒന്നായ നമുക്കെല്ലാവർക്കും സുപരിചിതമായ DTDCയുടെ കഥയാണിത്. ഇന്ന് 2000 കോടി രൂപ മൂല്യമുള്ള DTDC എന്ന കൊറിയർ സർവീസിൻ്റെ തുടക്കം ഒരു സ്വർണ്ണവളയിൽ നിന്നായിരുന്നു. കൊൽക്കത്തയിലെ ഒരു ഇടത്തരം കുടുംബത്തിലാണ് സുഭാഷിഷ് ചക്രവർത്തി ജനിച്ചത്. രാമകൃഷ്ണ മിഷൻ റെസിഡൻഷ്യൽ കോളേജിൽ രസതന്ത്രം പഠിച്ചു. കോളേജ് പഠനകാലത്ത് പിയർലെസ് എന്ന വലിയ ഇൻഷുറൻസ് കമ്പനിയിൽ അദ്ദേഹം ജോലിക്ക് ചേർന്നു. പിന്നീട് അവരുടെ ബിസിനസ് വിപുലീകരിക്കുന്നതിനായി 1981 കമ്പനി അദ്ദേഹത്തെ ബംഗളൂരുവിലേക്ക് അയച്ചു. 1987 അദ്ദേഹം ഇൻഷുറൻസ് കമ്പനിയിലെ ജോലി ഉപേക്ഷിച്ച് ഒരു കെമിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് സ്ഥാപിച്ചു. എന്നാൽ തപാൽ സേവന പ്രശ്നങ്ങൾ കാരണം വിജയം കാണാൻ സാധിച്ചില്ല. തൻ്റെ ബിസിനസ് തകർത്ത കാരണത്തെ അടുത്ത അവസരമാക്കാൻ സുഭാഷിഷ് തീരുമാനിച്ചു. തപാൽ സേവനങ്ങളും ഉപഭോക്താക്കളും തമ്മിലുള്ള വലിയ വിടവ് സുഭാഷിഷ് കണ്ടെത്തി. ഇതായിരുന്നു ടേണിംഗ് പോയിന്റ്. 1990 ജൂലൈ 26 അദ്ദേഹം തൻ്റെ കൊറിയർ കമ്പനിയായ DTDCക്ക് തുടക്കമിട്ടു. DTDC എന്നാൽ ഡെസ്ക് ടു ഡെസ്ക് കൊറിയർ ആൻഡ് കാർഗോ എന്നാണ് അർത്ഥം. അത് ഇന്നും പലർക്കും അറിയില്ല. ചെറിയ പട്ടണങ്ങളിൽ കൊറിയർ സേവനങ്ങളുടെ ആവശ്യം കൂടുതലാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം അവിടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 1990കളിൽ വെറും 20,000 രൂപയ്ക്ക് ആരംഭിച്ച ആശയമാണ് DTDC എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? സ്ഥാപനം തുടങ്ങാൻ വായ്പ നൽകാൻ ബാങ്കുകൾ തയ്യാറായില്ല. തുടർന്ന് അമ്മയുടെ ആഭരണങ്ങൾ വിറ്റാണ് ഈ മകൻ തൻ്റെ ആശയത്തിന് ജീവൻ പകർന്നത്. കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലും സുഭാഷിഷ് ചക്രവർത്തിയുടെ സ്ഥിരോത്സാഹം ഫലം കണ്ടു. 1991 ഫ്രാഞ്ചൈസി മോഡലിലേക്ക് കടന്നുകൊണ്ടാണ് DTDCയെ ഇന്നത്തെ വിജയത്തിലേക്ക് നയിച്ചത്. നിലവിൽ കമ്പനി 14,000 പിൻകോഡുകളിൽ സേവനം നൽകുന്ന വമ്പൻ നെറ്റ്വർക്കാണ്. റീറ്റെയിൽ ഉപഭോക്താക്കൾക്കും ബിസിനസ്സുകൾക്കും ഡെലിവറി സേവനങ്ങൾ നൽകുന്നു. സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു കൊറിയർ ചിന്ത ഉയരുമ്പോൾ ആദ്യം മനസ്സിൽ തെളിയുന്ന ചിത്രമാണ് DTDCയുടേത്. കമ്പനിയുടെ വിജയത്തിന് കാരണവും ഇതുതന്നെ. വിപ്രോ, ഇൻഫോസിസ്, ടാറ്റ ഗ്രൂപ്പ് തുടങ്ങിയ ഉയർന്ന പ്രൊഫൈൽ ക്ലയൻറ്റുകളെ ലഭിച്ചതോടെ DTDC വേറെ ലെവലായി. 2006 ആയപ്പോഴേക്കും കമ്പനി 3700 ഫ്രാഞ്ചൈസികൾ ആരംഭിക്കുകയും 125 കോടി രൂപ വരുമാനം നേടുകയും ചെയ്തു. റിലയൻസ് ക്യാപിറ്റലിൽ നിന്നുള്ള 70 കോടി രൂപയുടെ നിക്ഷേപം DTDCയുടെ മൂല്യം 180 കോടി രൂപയായി ഉയർത്തി. 2010 ആയപ്പോഴേക്കും കമ്പനിയുടെ വിൽപ്പന 450 കോടി രൂപയായി ഉയർന്നു. ബിസിനസ്സിൽ പുത്തൻ പരീക്ഷണങ്ങൾക്ക് സുഭാഷിഷ് ചക്രവർത്തി തുടക്കം കുറിച്ചു. ഇതിന്റെ ഭാഗമായി 2013 നിക്കോസ് ലോജിസ്റ്റിക്സിൽ 70% ഓഹരികൾ ഏറ്റെടുക്കുകയും കൊമേഴ്സിനായി ഇന്ത്യയിലെ ആദ്യത്തെ സമർപ്പിത ഡെലിവറി ശൃംഖലയായ ഡോട്ട്സോട്ട് ആരംഭിക്കുകയും ചെയ്തുകൊണ്ട് DTDC വാർത്തകളിൽ ഇടം നേടി. കൊൽക്കത്തയിലെ മധ്യവർഗ പശ്ചാത്തലത്തിൽ നിന്ന് ഇന്ന് 2000 കോടി രൂപ വിലമതിക്കുന്ന DTDC എന്ന കമ്പനിയുടെ സ്ഥാപകനും ചെയർമാനുമായി സുഭാഷിഷ് ചക്രവർത്തിയുടെ ഉയർച്ച സ്ഥിരോത്സാഹത്തിൻ്റെയും പുതുമയുടെയും ശ്രദ്ധേയമായ കഥയാണ്. വെല്ലുവിളികളെ എങ്ങനെ അവസരങ്ങളാക്കി മാറ്റാം എന്നതിന് ഉത്തമ ഉദാഹരണമാണ് സുഭാഷിഷ് ചക്രവർത്തിയും അദ്ദേഹത്തിൻ്റെ DTDC കൊറിയർ സർവീസും.